എന്റെ കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അതിന് മറ്റുള്ളവരുടെ ഉപദേശവും അഭിപ്രായങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങൾ ഞാൻ ഇടപെടാറുമില്ല. പ്രിയയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. കൃത്യമായി മരുന്ന് കൊടുക്കുന്നുണ്ട്. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നൊന്നും സംഭവിക്കാതെ നോക്കാറുമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അവളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നില്ല. എനിക്ക് ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ പരിമിതിയുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഭാര്യയുടെ ട്രീറ്റ്മെന്റിനുള്ള പണമാണോ? അതിന് ചാരിറ്റി സർവീസുകൾ നടത്തുന്ന ധാരാളം സംഘടനകളുണ്ടല്ലോ, അവരെ സമീപിച്ചാൽ മതി. പ്രസ, അപമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഭിക്ഷ തന്നെയല്ല ഞാൻ വന്നത്. ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ചേർത്തത് അവൾക്ക് ജീവിത ചെലവുകൾ കണ്ടെത്തി നൽകാനാകുമെന്ന വിശ്വാസത്തിലാണ്. ഇതുവരെ അത് നടത്താനുമായിട്ടുണ്ട്. പിന്നെ എന്തിനാ എന്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത്? ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും പ്രസയുടെ തീരുമാനത്തിനനുസരിച്ചാണ് എന്നതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വഴിയൊരുത്തും ഓഫീസിലുമൊക്കെ വന്ന് കാത്തു നിൽക്കുന്നത്. എനിക്ക് ആരുടെയും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കി തരാനാവില്ല, സംതൃപ്തി ഉണ്ടാക്കി തരാനോ ആവില്ല. ഞാൻ ദിവ്യനൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനാ. എനിക്കും സങ്കടങ്ങളൊക്കെ ഉണ്ട്. അത് കാണാതെയും കേൾക്കാതെയും നിങ്ങളുടെ മാത്രം കാര്യങ്ങളായിട്ട് എന്നെ കാണാൻ വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആകെ പ്രസയ്ക്ക് കൂടപ്പറപ്പായി പ്രിയ മാത്രമല്ലേ ഉള്ളൂ. അവളുടെ ആരോഗ്യത്തിലും സന്തോഷത്തിലും ഒരു ശ്രദ്ധയും വേണ്ടെന്നാണോ? ഒരു കൂടപ്പറപ്പിനെ ഇങ്ങനെ ക്രൂരമായി ഉപേക്ഷിക്കാൻ എങ്ങനെ കഴിയുന്നു? ഞാൻ ജീവിച്ചിരിക്കുന്നതേ നിങ്ങളുടെ സന്തോഷം കാണാനാ. നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നതിന്റെ പേരിൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ആത്മാവ് സന്തോഷത്തോടെ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നത് കാണും. നീ വാ ആദി, വാ. വേണ്ട ആന്റി, കൊല്ലട്ടെ പ്രിയ. അവന്റെ കൈവിട്. എന്റെ മകന്റെ കൈന്ന് വിടാൻ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മോനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നോ? എന്റെ മകന്റെ മേൽ നിന്റെ നോട്ടം പോലും വീഴുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പറയ്, ഇവന് മേൽ നിനക്ക് എന്ത് അവകാശമുള്ളത്? ഇത്രയും കാലം നിന്റെ മകളാണ് അഹങ്കാരിയെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അവളേക്കാൾ അഹങ്കാരി നീയാണെന്ന്. ഇവരുടെ കല്യാണം തടയാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. അവകാശമില്ലാന്ന് നീ പറഞ്ഞാ മതിയോ? ഇവൾ ഇവനെ വല വീശി പിടിക്കാൻ നോക്കി. അതിന് നീയും സപ്പോർട്ടായിരുന്നു. ഇവനാണെങ്കി നിന്റെ മോളുടെ സ്നേഹം കാണിക്കല് സത്യമാണെന്ന് കരുതി. ഇപ്പൊ ഇവന് മനസ്സിലായി കാണും നിന്റെ സ്വഭാവം. തട്ടിക്കൊണ്ടുപോയി കല്യാണം നടത്താൻ നാണമില്ലേ നിനക്ക്? ഇതിലും ഭേദം പോയി തൂങ്ങിച്ചാവുന്നതാ. നീ അത് ചെയ്യില്ല. ആത്മാഭിമാനം എന്നൊന്ന് നിനക്കില്ലല്ലോ. എന്തിനും ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ? എന്തെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ നീ ഇവിടെ കയറി വരുമായിരുന്നോ? ഈ വീടിന്റെ പടി ചവിട്ടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നാണവും മാനവും ഇല്ലാതെ വീണ്ടും വന്നിരിക്കുന്നു. ഇവിടെ ഇവന്റെ വിവാഹം നിശ്ചയിക്കാൻ പോകുന്നത് അറിഞ്ഞപ്പോ സ്വസ്ഥതയില്ലാതായല്ലേ? നിന്റെ സഹോദരൻ സമ്മതിച്ച് നടക്കുന്ന ചടങ്ങായത്. നിന്റെ ഈ മോളെ പോലെ മറ്റൊരു പെൺകുട്ടി ഉണ്ട് ഇവിടെ. അവൾക്ക് ഇവനെ ഇഷ്ടമാ. അവളുടെ ജീവിതമാ നീ ഇല്ലാതാക്കാൻ നോക്കുന്നത്. ആതിരയുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒരു വിലയില്ലേ? നിന്റെ ഈ മകൾക്ക് മാത്രമാണോ സ്വപ്നങ്ങളും ആഗ്രഹം?
ഇനിയും നിനക്ക് എന്താ പറയാനുള്ളത്? ആ പോയ മനുഷ്യൻ പണ്ട് നിന്റെ സഹോദരനായിരുന്നിരിക്കാം, പക്ഷേ ഇപ്പൊ നിന്നെ പേ പിടിച്ച നായെ പോലെ വെറുക്കുന്നു. ഇനിയും നിനക്ക് ഇതിൽ കൂടുതൽ എന്താടി വേണ്ടത്? ഇറങ്ങി പൊയ്ക്കൂടെ? അമ്മേ, നീ പോടാ. ഈ പാപങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? അച്ഛൻ മരിക്കുന്ന സമയത്ത് ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നിന്നോടൊപ്പം എന്നും ഉണ്ടാവണം. അച്ഛന്റെ സ്നേഹവും കരുതലും അവൾക്ക് നൽകണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് പകരം അച്ഛന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. തെറ്റാ, വലിയ തെറ്റാ ഞാൻ ചെയ്തത്. ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ? പ്രസാദേട്ടൻ ഒന്നിലും ഇടപെടേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ടെൻഷനും എനിക്ക്. ഇവിടെ കയറി വന്ന് അവള് കാണിച്ച ഷോ ഒക്കെ കണ്ടില്ലേ? നമ്മുടെ മോനെയാ അവള് പിടിച്ചിറക്കിക്കൊണ്ട് പോവാൻ നോക്കിയ, അതും പരസ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച്. എന്തോ പ്രസാദേട്ട ഇതിന്റെയൊക്കെ അർത്ഥം? നമ്മുടെ മോനില് നമ്മളെക്കാളും അവകാശം അവൾക്കോ? അതോ ആദിയുടെ അച്ഛനും അമ്മയും നമ്മളല്ലേ? എന്താ ഇതൊക്കെ? ഇത് ഞാനങ്ങനെ വെറുതെ വിടില്ല. എന്നും പറയുന്നത് പോലൊന്നും അല്ല. എന്റെ മോന്റെ ഭാവിയുടെ കാര്യമാ. ആദിയുടെ കല്യാണം നിശ്ചയിച്ച പ്രിയയും അവളുടെ മകളും ഇവിടെ വന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെയൊക്കെ കാണിക്കേണ്ട. അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവിനെ നീ ചെയ്യുന്ന തെറ്റിലേക്ക് പങ്കു ചേർക്കില്ല. മോനെ, എവിടെയാ നിനക്ക് തെറ്റിയത്? ഇത് തെറ്റല്ലമ്മേ. ഞാനെടുത്ത ഈ തീരുമാനമാണ് ശരി. ആദ്യം തുളസിയും വിവാഹിതരാവാൻ പാടില്ല. അമ്മയ്ക്ക് എന്നെയും പ്രിയൊക്കെ ഇങ്ങനെയൊക്കെ കാണണ്ടേ? അതിന് ആദ്യം തുളസി ഒരുമിക്കരുത്. ഇനി എനിക്കൊന്നും നിന്നോട് പറയാനില്ല. കാലം ഇതിന്റെ മറുപടി നിനക്ക് തരും. ആദ്യം തുളസി വിവാഹിതരായ അമ്മയ്ക്ക് നമ്മുടെ മകളെ നഷ്ടമാവും.
അത് അത് ഞാൻ എങ്ങനെ പറയാ അമ്മയോട്? ആദ്യം മാതിരി വിവാഹിതരാവട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈവന്റ് മാനേജ്മെന്റിന്റെ മാനേജർ. ആ, നിങ്ങൾക്ക് കേറ്ററിംഗ് സർവീസും ഇല്ലേ? ഉണ്ട് മാഡം. ചൈനീസും കോണ്ടിനെന്റൽ ഡിഷസും എല്ലാം ഉണ്ട്. നമ്മുടെ കേരള സദ്യ മതി. ആ. പക്ഷെ 3 തരം പായസം വേണം. പാലട, ഗോതമ്പ്, ചെറുപയർ, പിന്നെ ഐസ്ക്രീമും പുഡിങ്ങും. ഓക്കെ ഓക്കെ മാഡം. ഇതാണ് ഞങ്ങളുടെ മെനു. ഏത് ഐറ്റംസ് സെർവ് ചെയ്യും? ആ, ഓക്കെ. പിന്നെ ഫ്ലവർ, സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇതൊക്കെ നിങ്ങൾ തന്നെ ഏറ്റോണം. ഓക്കെ മാഡം. എന്റെ മോന്റെ എൻഗേജ്മെന്റ് ആണ്. ഒന്നിലും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഷിജു, എല്ലാത്തിലും ഷിജുവിന്റെ ശ്രദ്ധ വേണം. ആ ശരി മാഡം. ക്യാഷ് ഒരു വിഷയമല്ല. എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നോക്കിയിട്ട് പറയാം മാഡം. എന്നാ ശരി. ശരി മാഡം. എടാ, നീ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ അവൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് നിനക്കറിയില്ലേ? അവളാണെങ്കിലും ഒരു തരത്തിലും ഒന്നിനെ സമ്മതിക്കുന്നുമില്ല. എനിക്കിതാ മനസ്സിലാവാത്തെ. നീ ഒരു ഭാഗത്ത് തുളസിയെ കുറ്റം പറയും, അവള് നിന്നെയും. ഇങ്ങനെ ആയാൽ നിങ്ങളുടെ കല്യാണം അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല. എടാ, എല്ലാം അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നില്ലേ എനിക്ക് സങ്കടം. എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവാന്ന് പറഞ്ഞ് അമ്മയുടെ ആഭരണങ്ങൾ എടുത്തോണ്ട് വന്നവനാ ഞാൻ. എന്നിട്ട് തുളസി വന്നോ? അതിന്റെ പേരില് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഭാഗ്യത്തിനാ ഞാൻ രക്ഷപ്പെട്ടത്. ശരിക്കും നിന്റെയും തുളസിയും പ്രശ്നം എന്താ? അച്ഛനമ്മമാരുടെ അനുവാദത്തോടെ വിവാഹം കഴിക്കണം, അതാണ് ആഗ്രഹം. ആ ആഗ്രഹം ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് നിനക്കും തുളസിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ തയ്യാറുമല്ല. നിങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്ന അതല്ലേ? എടാ, അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള സത്യ. പക്ഷേ അതൊരിക്കലും നടക്കില്ലെന്ന് അറിഞ്ഞോടെ ഞാൻ ആ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറി. ആരുടെയും സമ്മതമില്ലാതെ എവിടേക്ക് പോകാനും എങ്ങനെയും ജീവിക്കാനും ഞാൻ തയ്യാറാ. പക്ഷേ തുളസി വരാൻ തയ്യാറല്ല. ഹലോ, എവിടെ എത്തി? ആ, ഞങ്ങൾ അമ്പലത്തിനടുത്ത് തന്നെ ഉണ്ട്. ശരി, വേഗം വാ. എന്താടാ? അവരിപ്പോ എത്തും. ആരാ? തുളസിയും സ്നേഹയും. ഞാൻ സ്നേഹയുടെ അടുത്ത് തുളസിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അവൾക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞ എനിക്ക് മനസ്സ് മടുത്തു തുടങ്ങി. ഇത്രയും നാള് എനിക്ക് ധൈര്യമില്ലാത്തവനെന്നായിരുന്നു അവളുടെ പരാതി. മന്ത്രിയുടെ ബ്രദറുമായിട്ടുള്ള വിവാഹ നിശ്ചയം വരെ ഞാൻ നിർത്തിവെച്ചില്ലേ? എന്നിട്ടും തുളസിക്കെപ്പോഴും ഞാൻ ധൈര്യമില്ലാത്തവൻ. ആദി, നീ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവല്ലേ? അവളുടെ ഭാഗം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. മാം, ആദ്യം മാതിരിയുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണോ എന്നായിരുന്നു മാം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞേനെ എനിക്ക് പരിപൂർണ സമ്മതമാണെന്ന്. ആ വിവാഹം നടക്കണം. അത് ഇപ്പൊ എന്റെയും കൂടി ആവശ്യം. ഓക്കെ തുളസി, ഇപ്പൊ ഞാൻ ഹാപ്പിയായി. നമുക്ക് നേരിൽ കാണാം. ഓക്കെ മാം. അവൾക്ക് പ്രസാദ് സാറിനെ കുറിച്ചാ വേവലാതി. മാമന്റെ ജോലിക്ക് ഒരു തടസ്സം ഉണ്ടാവരുതെന്ന പ്രാർത്ഥനയാ തുളസിക്കുള്ളത്. പ്രസാദേട്ടനും തുളസിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ളത്. എല്ലാവരും സന്തോഷത്തോടെയും പരസ്പര സ്നേഹത്തോടെയും കഴിയണം. ആ ഒരു കാര്യത്തെ മാത്രം തുളസി നിർബന്ധം പിടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തുളസിക്ക് മറ്റു നിർബന്ധങ്ങളൊന്നുമില്ല. എന്തായാലും ഗായത്രി തുളസിയുമായിട്ട് സംസാരിച്ചത് നന്നായി. അവള് കാരണം വിവാഹ നിശ്ചയവേദിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് തുളസി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ സത്യത്തിന്റെ ഭാഗത്തെ നിൽക്കും.
എനിക്ക് നീതിയും നിയമവും നോക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഗായത്രി ടീച്ചർ ഇവിടം വരെ എത്തിയതും അങ്ങനെ ഒരു ആദർശം ഉള്ളം കയ്യിലുള്ളതുകൊണ്ട്. നീതിയും നിയമവും വിട്ട് അല്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വിവാഹ നിശ്ചയത്തിനിടയിൽ ആദ്യത്തിനും തുളസിയോ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയോ അവിടെ എനിക്ക് ചിലപ്പോ അനിയന്റെ ജീവിതം ആയിരിക്കില്ല വലുത്. സത്യം ആർക്കൊപ്പമാണോ അവർക്കൊപ്പം ആയിരിക്കും ഞാൻ. അതുകൊണ്ട് എന്തെങ്കിലും കള്ളത്തരോ നീതികേടോ ഇതിന് പിന്നിലുണ്ടെങ്കിൽ അതിപ്പോ തന്നെ തുറന്നു പറയണം. പിന്നീട് അതൊരു വിഷയം ആവരുത്. എല്ലാം നേർവഴിക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. വിശ്വസിക്കണ്ട, ഉറപ്പിച്ചോളൂ. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് നിലനിൽക്കുന്നതെങ്കിൽ അതുപോലെ വിശ്വസിക്കാം ഗായത്രിക്ക് എന്റെ വാക്ക്. എനിക്ക് വിശ്വാസമായി. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായതുകൊണ്ട് പേടിയാ. ഇറങ്ങട്ടെ. ശരി. തുളസി, എന്താടി നീ എന്തോന്നും മൈൻഡ് പോലും ചെയ്യാത്ത? ഞാനൊരു ജോലി ചെയ്യുന്ന കാണാൻ പാടില്ലേ? ഒരു കാര്യം ചെയ്യുമ്പോ അതിലായിരിക്കണം പരിപൂർണ ശ്രദ്ധയും. അല്ലെങ്കിലേ പണി പാളും. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഒരു കാര്യത്തിനിറങ്ങിയ ഫുൾ കോൺസെൻട്രേഷൻ അതിൽ തന്നെ വേണം. നിനക്കതില്ല. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. എങ്ങനെയൊക്കെ? നീ എന്താ എന്നോട് ഉടക്കാൻ വന്നിരിക്കുവാണോ? ഉടക്കാനോ ഒന്നും അല്ല. ഞാൻ നിന്നെ സഹായിക്കാന്ന് കരുതി വന്നതാ. ഓഹോ, അങ്ങനെ. എന്നെ സഹായിക്ക. സ്കൂട്ടർ കഴിക്കോ. പിന്നെയും സഹായിക്കാൻ മോഹം ഉണ്ടെങ്കിൽ വീടൊക്കെ അടിച്ചു വാരി തുണിയും കഴുകിയിട്. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു കിന്നാരം. നിന്റെ തലപ്രാന്തിന് ഒരു പരിഹാരം കിട്ടിയതുകൊണ്ടാടി ഞാൻ ഇങ്ങോട്ട് വന്നേ. അതെങ്ങനെ പറയാൻ സമ്മതിക്കണ്ടേ? ചുമ്മാ വായി തോന്നിട്ടങ്ങ് പറയുവോ? എന്ന് പറയും. എന്താ കാര്യം? ആതിരയും ആദിത്യനും തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കുകയല്ലേ? നീ എന്താ ഇത് അറിഞ്ഞില്ലേ? അതോ വീണ്ടും എന്നെ കളിയാക്കാൻ ഇറങ്ങിയതാണോ? ഓ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാനെന്തോ പറഞ്ഞോട്ടെ. നിന്റെയും ആദിത്യന്റെ നിശ്ചയം മുടക്കിയത് ആദിത്യന്റെ അച്ഛനാണെന്നല്ലേ എല്ലാരും പറയുന്നേ, അല്ലേ? അതെ. എന്നാ അതല്ല സത്യം. പിന്നെ ആദിത്യന്റെ അച്ഛൻ കല്യാണ നിശ്ചയം മുടക്കുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആദിത്യന്റെ അമ്മ ദുർഗാന്റെ നടത്തിയ ഒരു കളിയായിരുന്നു ഇത്. അതായത് നാട്ടുകാരെ മുഴുവൻ ആദിത്യൻ തുളസി വിവാഹത്തിന് ദുർഗാന്റിക്ക് സമ്മതമായിരുന്നെന്നും ആദിത്യന്റെ അച്ഛനാണ് എതിരു നിന്നുവെന്നും വരുത്തി തീർക്കണമായിരുന്നു. സത്യത്തിൽ നിന്റെ വിവാഹ നിശ്ചയ സമയത്ത് പ്രസാദങ്ങൾ വരാൻ വൈകുമെന്നും നല്ല ടെൻഷൻ ദുർഗയ്ക്കും മംഗളയ്ക്കും ആതിരയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. വേഗം എത്തണമെന്ന് പറഞ്ഞ് അവര് പ്രസാദങ്ങളിലെ ഫോൺ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. പ്രസാദേട്ടാ, നമുക്കൊന്നിനും വിധിയില്ലാന്ന് സമാധാനിക്കാം. എന്താ ഇത്? അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആദിയും തുളസിയും ഇതുപോലെ നമ്മുടെയും പ്രിയയുടെയും ജയന്റെയും മക്കളായിട്ട് പിറക്കട്ടെ. അന്ന് നമുക്ക് അവരുടെ വിവാഹം നടത്താം. അതിനായിട്ട് നമുക്കിപ്പോ പ്രാർത്ഥിക്കാം. പോയി ഫ്രഷ് ആയിട്ട് വാ. ചെല്ല. ചേച്ചി, ഞാൻ ദേവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ കൂട്ടിക്കൊണ്ടുവരും. ചേച്ചി, തുളസി വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ആ,
ഞാൻ വിളിച്ചിരുന്നു തുളസിയെ. എന്തു പറഞ്ഞു? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അവള് കാരണം ഒരു പ്രശ്നവും ഒന്നിനും ഉണ്ടാവില്ല. ഞാൻ ആദ്യത്തിനെ ഒന്ന് കണ്ടാലോ എന്ന് വിചാരിക്കുക. എന്തിന്? അവനോട് നിനക്കെന്ത് സംസാരിക്കാനാ? തുളസിയുമായുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയണമല്ലോ. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ ഹരി? വെറുതെ എന്തിനാ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ചേച്ചി എപ്പോഴും പറയാറുള്ളതല്ലേ, എന്ത് കാര്യത്തിനായാലും ഇരുപുറവും വായിക്കണമെന്ന്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ നിനക്ക് ആദ്യത്തിനെ വിളിച്ച് സംസാരിക്കാം. അതിനു വേണ്ട സൗകര്യങ്ങൾ ഞാൻ ഒരുക്കി തരാം. പിന്നൊരു കാര്യം, അങ്ങനെ സംസാരിക്കണമെന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ ആദിത്യം മാത്രം പോരാ, തുളസി ഉണ്ടായിരിക്കണം മീറ്റിംഗിൽ. രണ്ടുപേരുടെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കണം. അതാണ് ചെയ്യേണ്ടത്. പറഞ്ഞു പറഞ്ഞ് ചേച്ചി ഇതൊരു നിയമസഭയാക്കി മാറ്റുമല്ലോ. വേണ്ട വേണ്ടേ, എനിക്ക് ആരോടൊന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല. ഞാൻ ചേച്ചി പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി അങ്ങ് വിശ്വസിച്ചിരിക്കുന്നു. ആ, അല്ലെങ്കിൽ ഈടായിട്ട് നിനക്ക് എന്നോട് ഇച്ചിരി വിശ്വാസക്കുറവൊക്കെ ഉണ്ട്. നോക്ക്, വേണ്ടാത്തത് പറഞ്ഞാലേ ദൈവകോപം കിട്ടും. ചേച്ചിയുടെ തണലിൽ മാത്രമല്ല, വിശ്വാസത്തിൽ കൂടെ ഞാൻ ജീവിക്കുന്നത്. ഒരു തമാശ പറഞ്ഞപ്പോഴേക്കും ചെക്കൻ കയറി സെന്റ് ആയല്ലോ. മനുഷ്യനെ മെന്റലാക്കുന്ന രീതിയിൽ സംസാരിച്ച പിന്നെ അങ്ങനെയല്ലേ? ഓ, ഒരു ഭ്രാന്തം വന്നിരിക്കുന്നു. ഭ്രാന്ത് വരും. ആദ്യത്തിനും ആദ്യമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ എന്റെയും തുളസിയുടെയും വിവാഹം നടത്തി തന്നില്ല എങ്കിൽ ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. ആദ്യത്തിനും ആതിരയുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ അവരുടെ വിവാഹത്തിന് മുൻപ് തന്നെ നീയും തുളസിയുള്ള വിവാഹ നിശ്ചയം നടന്നിരിക്കും. അതിനിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പൊ ഉള്ളൂ. ഹലോ, ആ ഗായത്രിയാണ്. ആ, അതെയോ? നല്ല വാർത്തയാണല്ലോ. ഭഗവാനെ, ഒരു പ്രശ്നവുമില്ലാതെ എന്റെയും തുളസിയുടെയും വിവാഹ നിശ്ചയം നടത്തി തരണേ. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സുകൊണ്ട് പോലും ആർക്കും ഒരു ദ്രോഹം വരണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഭഗവാനെ, ഇപ്പൊ എന്റെ പ്രാർത്ഥന കേൾക്കണം. എനിക്കത് നടത്തി തരണം. ഇവിടെ നടക്കാനിരിക്കുന്ന വിവാഹ നിശ്ചയം നടക്കരുത്. എങ്ങനെയും ഈ വിവാഹത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എന്താണ് വലിയ പ്രാർത്ഥനയൊക്കെ? പതിവില്ലാത്തതാണല്ലോ. നീ ഇപ്പൊ പ്രാർത്ഥിച്ചത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരിക്കലും ഒരു ദൈവങ്ങളും നിനക്ക് സാധിച്ചു തരില്ല. നിന്റെ പ്രാർത്ഥനയ്ക്കും മേലെ ഈ അമ്മയുടെ കരളുരുകുന്ന പ്രാർത്ഥനയും വഴിപാടും ഉണ്ട്. പിന്നെ നിന്റെ അച്ഛന്റെ പ്രാർത്ഥന. അതിലെ സത്യങ്ങൾ ഒരു ദൈവങ്ങൾക്കും കണ്ടില്ലെന്ന് കരുതാനാവില്ല. നീ എന്നെ ചതിക്കായിരുന്നു. ആദ്യത്തിനെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമില്ല. അവന് മറ്റൊരു കല്യാണം നിശ്ചയിക്കുമ്പോ നീ മധുര പലഹാരം വാങ്ങിക്കൊണ്ടുവന്ന് ആ സന്തോഷം ആഘോഷിക്കുന്നു. ഇത്രയും കടുപ്പം നിന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതെ, സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം. അല്ലാതെ മനസ്സിലടക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നിനക്ക് എന്ത് സന്തോഷമുള്ള കാര്യം ഉണ്ടായേ ഇത്രയ്ക്ക് അങ്ങ് ആഘോഷിക്കാൻ? ആ, അങ്ങനെ കാര്യം ചോദിക്കുക. അല്ലാതെ ചുമ്മാ എന്നിങ്ങനെ കുറ്റപ്പെടുത്താതെ. നീ പറയാൻ പോകുന്നത് എന്തെങ്കിലും കള്ളത്തരമായിരിക്കും. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു വലിയ കള്ളം കണ്ടുപിടിച്ചതിന്റെ സന്തോഷത്തില ഞാനിപ്പോ. ആ കള്ളത്തരം കണ്ടുപിടിച്ചതിന്റെ സന്തോഷം എന്റെ മനസ്സിൽ നിറച്ചുണ്ട്. അതങ്ങ് ആഘോഷിക്കാൻ ഞാൻ. ഇങ്ങനെ നീ മനസ്സിലാകുന്നത് പോലെ പറയും. പറഞ്ഞാ മനസ്സിലാവില്ല. ഇനി സംഭവിക്കുന്നതൊക്കെ കാണുമ്പോ ഈ തുളസി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വ്യക്തമായിക്കോളും. ചുമ്മാ വാശി കാണിക്കാതെ നീ എന്താന്ന് വെച്ചാ പറ. ഭാഷയൊന്നും ഇല്ലമ്മേ. അമ്മ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ ചതിക്കുവന്നല്ലേ? ഞാൻ എന്റെ അമ്മയെ ചതിക്കോ? ദേ, ഈ അമ്മയുടെ മോളായി ഈ വയറ്റ് പെറുക്കാൻ കഴിഞ്ഞതല്ലേ ഈ ജന്മത്തിലെ എന്റെ പുണ്യം. ഞാൻ ആലോചിക്കുക, ആ ദുർഗാമ്മയുടെ എങ്ങാനും മകളായിട്ട് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്റെ അവസ്ഥ? ആലോചിക്കാനേ കഴിയുന്നില്ല.
ദുർഗേച്ചിയുടെ മകളാ നീ. പക്ഷെ നിന്റെ അമ്മയാകാനും നീ നൽകുന്ന സന്തോഷം അനുഭവിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടിയത്. ആ കണ്ടോ, ദേ വീണ്ടും വേണ്ടാത്ത എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുക. നീ പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ഞാൻ ആലോചിക്കാതിരിക്കോ? ഒന്നും ആലോചിക്കണ്ട. അമ്മയുടെ ആഗ്രഹം എന്താണോ അതേ നടക്കും. ദൈവം നമ്മുടെ ഭാഗത്താ. സന്തോഷം നമ്മളെ തേടി വരുന്നതും അതുകൊണ്ടാ. നീ എന്തു പറഞ്ഞാലും ആദിത്യൻ മറ്റൊരാളുടെ ഭർത്താവാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ മറ്റൊരാളുടെ ഭാര്യയാവുന്നതും എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. ആരാ ഇപ്പൊ അങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ പറഞ്ഞേ? ഒന്നും ഭാവനയിൽ കാണണ്ട. സംഭവിക്കാൻ പോകുന്ന റിയാലിറ്റിയെ അംഗീകരിച്ച മാത്രം മതി. യോ എന്റെ പ്രിയ ജയശീലൻ, ഡോണ്ട് വറി. ദേ എല്ലാം നമ്മൾ പൊളിക്കും. അല്ലേ ഇത് അപ്പുറത്ത് കൊടുക്കട്ടെ. അവിടെ മോനെ ഈ ഒരു ഉളക്കേ ഉള്ള. അയ്യോ ഇത് പോരാ, 4 വേണം. പോയി സംഘടിപ്പിച്ചോണ്ട് വാ. ശരിയേട്ടാ. സുനു, ഇവിടെ മുഴുവൻ പൊടി കിടക്കുന്ന കേട്ടില്ലേ? ഇതൊന്ന് അടിച്ചു കളഞ്ഞേ. ആരോടാ പറഞ്ഞേ? നിന്നോട്. അല്ലാതെ ആരോട്? അത് കൊള്ളാലോ. ഇവിടെ അടിച്ചു വരലല്ല എന്റെ പണി. നീയാണോ ഇവിടുത്തെ തമ്പുരാട്ടി? തമ്പ്രാട്ടി ഞാനല്ല, പക്ഷേ ഇവിടുത്തെ തമ്പ്രാട്ടിയുടെ പിയെ ഞാനാ. ഒന്നിങ്ങോട്ട് വന്നേ. ഇവിടുത്തെ ACP സാർ പോലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ദുർഗേച്ചി എങ്ങാനും കേട്ടാലേ ഇതോടെ തീരും. നിങ്ങളും നിങ്ങളുടെ കൊച്ചുമോളുടെയും കല്യാണ നിശ്ചയം എല്ലാം. ഇത്രയും സ്വാധീനം നിനക്കിവിടെ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. അതെനിക്ക് ഈ സംസാരം കേട്ടപ്പോ തന്നെ മനസ്സിലായി. ദേ ഇനിയെങ്കിലും എന്റെ സ്ഥാനവും സ്ഥിതിയും മനസ്സിലാക്കിയാ കൊള്ളാം. എന്നോട് ക്ഷമിക്കും. അങ്ങനെ വഴിക്ക് വാ. ഈ സുലുവേ ഈ വീട്ടിലെ വേലക്കാരിയല്ല. ദുർഗേച്ചി പ്രസാദ് സാർ കെട്ടിക്കൊണ്ടുവരുമ്പോ കൂടെ വന്നതാ ഞാനും. ദുർഗേച്ചിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ദുർഗേച്ചിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക, ഇതൊക്കെയാ എന്റെ ഡ്യൂട്ടി. പിന്നെ മനസ്സുണ്ടെങ്കിൽ ഒരിത്തിരി ഭക്ഷണം ഉണ്ടാക്കും, അതും എന്റെ ദുർഗേച്ചിക്ക് വേണ്ടി. അങ്ങനെയുള്ള എന്നെ വേലക്കാരി എന്നെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇനി പറയില്ല. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ചിലർക്കൊക്കെ ഞാനൊരു വേലക്കാരിയാന്നൊരു ധാരണയുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാ പറഞ്ഞത്. ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലായി. നീ എന്താ പറഞ്ഞേ? രാജവർമ്മ, അദ്ദേഹം ത്രികാല ജ്ഞാനിയല്ലേ? ഞാനും ആദ്യം തമ്മിൽ വിവാഹം നടന്ന വധുവിന്റെ അമ്മയ്ക്ക് അകാല മൃത്യു ഉണ്ടാവുമെന്ന് പ്രവചിച്ച ആളല്ലേ? അദ്ദേഹം തന്നെയാണ് ഈ പ്രവചനം നടത്തിയത്. എനിക്ക് ദുർഗാമ്മയ്ക്ക് ഒരു ആപത്ത് വരുന്നത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലീസ് ഈ ബന്ധം നമുക്ക് വേണ്ട. ഇതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. നീ രാജവർമ്മയെ കണ്ടോ? കണ്ടു. അദ്ദേഹം എന്നോട് എല്ലാം പറഞ്ഞു. പണം കൊടുത്ത ദുർഗാമ്മ രാജവർമ്മയെ സ്വാധീനിച്ചതും രാജവർമ്മയെ അമിതമായി വിശ്വസിക്കുന്ന മാമനെ അയാൾ കബളിപ്പിച്ചതും അങ്ങനെ എന്റെയും ആദിയുടെയും വിവാഹം നടക്കരുതെന്ന് വരുത്തി തീർത്തതുമടക്കം ഞാൻ എല്ലാം അറിഞ്ഞു. സ്വന്തം ഭർത്താവിനെ ഇത്ര ക്രൂരമായി കബളിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഒരു കള്ള ജോത്സ്യർക്ക് മുന്നിൽ കുടുംബ ചരിത്രവും സ്വന്തം അഭിമാനവും ഒരു പോലീസ് ഓഫീസറുടെ മാന്യതയല്ലേ നിങ്ങൾ ഇല്ലാതാക്കിയത്? അത് തർക്കം വേണ്ട. രാജവർമ്മ പറഞ്ഞത് മുഴുവൻ എന്റെ ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കോപ്പി പ്രസാദ് മാമനും
പിന്നെ ഒന്ന് പോലീസിനെയും കൈമാറിയ രാജവർമ്മയും കനകദുർഗയും അറസ്റ്റിൽ എന്ന ഫ്ലാഷ് ന്യൂസ് ആവും ചാനലിൽ വരിക. ഞാനത് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ കല്യാണ നിശ്ചയം ഇതാ ഇവിടെ വച്ച് നിർത്തുക. പെട്ടെന്നിങ്ങനെ ഞാനിത് പറയുമ്പോ ഒരു തീരുമാനത്തിലെത്താൻ ദുർഗാമ്മയ്ക്ക് വിഷമമാണെന്ന് എനിക്കറിയാം. ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. പേടിക്കണ്ട. ദുർഗാമ്മ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ മാത്രമേ രാജവർമ്മയുടെ സംഭാഷണം ഞാൻ മാമനെ കേൾപ്പിക്കൂ. അപ്പോ ആലോചിച്ച് ഈ വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് നിർത്താനുള്ള തീരുമാനം എടുക്ക്. ഞാനേ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വരാം. രാജവർമ്മ പറഞ്ഞത് മുഴുവൻ എന്റെ ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കോപ്പി പ്രസാദ് മാമനും പിന്നെ ഒന്ന് പോലീസിനെ കൈമാറിയ രാജവർമ്മയും കനകദുർഗയും അറസ്റ്റിൽ എന്ന ഫ്ലാഷ് ന്യൂസ് ആവും ചാനലിൽ വരിക. ഹലോ ഹലോ, ഞാൻ ദുർഗയാണ്. പറയൂ ദുർഗ, എന്താ വീണ്ടും വിളിച്ചത്? വീണ്ടും വിളിച്ചെന്നോ? ഇന്ന് ഞാൻ വിളിച്ചില്ലല്ലോ. വിളിച്ചിട്ടില്ലെന്നോ? കുറച്ചു മുമ്പല്ലേ ദുർഗ വിളിച്ചത്. എന്താ ദുർഗ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തുളസിയോട് സ്വാമി നമ്മുടെ രഹസ്യങ്ങൾ പറഞ്ഞായിരുന്നോ? തുളസിയോ? ഇല്ലല്ലോ. കുറച്ചു മുമ്പേ ദുർഗ വിളിച്ചപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ തമ്മിൽ സംസാരിച്ചതാണല്ലോ. ആദിയും തുളസിയും വിവാഹിതരായാൽ പ്രിയ മരിക്കുമെന്ന് നമ്മൾ കഥയുണ്ടാക്കിയതും അത് പ്രസാദ് വിശ്വസിച്ചതുമൊക്കെ നമ്മൾ തമ്മിൽ പറഞ്ഞതാണല്ലോ. അത് മാത്രമല്ലേ നമ്മൾ സംസാരിച്ചത്? അത് ദുർഗയോടല്ലേ, പിന്നെന്താ പ്രശ്നം? ഞാനിന്ന് സ്വാമിയെ വിളിച്ചിട്ടില്ല. സ്വാമി ആ സംസാരിച്ചത് മുഴുവൻ അപ്പൊ തുളസിയോടായിരുന്നിരിക്കും. തുളസിയോടോ? ദുർഗയുടെ ശബ്ദമായിരുന്നല്ലോ അത്. അതല്ല, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. എന്താണെങ്കിലും നീ എന്നോട് പറ. എന്ത് കാര്യത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ. ആ തുളസി എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ കാര്യമായിട്ട് എടുക്കണ്ട. അവളുടെ ഒരഭ്യാസവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എനിക്ക് ആദരിക്ക് അവൾ എന്തു പറഞ്ഞാലും പ്രശ്നമില്ല. പിന്നെ ഈ നാട്ടുകാർക്കും നമ്മുടെ ബന്ധുക്കൾക്കും അവളുടെ ആദിമോന്റെയും കല്യാണ നിശ്ചയം മുടങ്ങിയതൊക്കെ അറിയാലോ. ഇവിടെ ഇപ്പൊ അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതെല്ലാം അവള് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്നേ എല്ലാവരും കരുതൂ. അതല്ല, അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണോന്നാണെങ്കിൽ നീ പ്രസാദിനോട് പറഞ്ഞു പോലീസിനെ വിളിക്ക്. എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി നമുക്ക് അവളെ പിടിച്ച് അകത്തിടാം. അതൊന്നും വേണ്ട. വേണ്ടെങ്കി വേണ്ട, ഞാനൊരു മാർഗം പറഞ്ഞെന്നേ ഉള്ളൂ. ശ്രീകരൻ ഈ വീട്ടിനകത്തു കൂടി നടക്കുന്ന കാണുമ്പോ ഒരു ദേഷ്യം, അത്രേ ഉള്ളൂ. എന്തായാലും നീ ഇങ്ങനെ തന്നെ ഇരിക്കല്ലേ. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി. അപ്പച്ചി അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. ഇവക്കെന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താണെന്ന് പറയുന്നുമില്ല. കല്യാണത്തിൽ നിന്ന് പിന്മാറാനെങ്ങാനുമുള്ള പ്ലാനാണ്. എങ്ങനെ വിവാഹ നിശ്ചയം നിർത്തിവെക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു കാരണം പറയണ്ടേ? തിരുമേനി,
എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി വിവാഹ നിശ്ചയം നിർത്തിവെക്കുന്നതാണ് നല്ലത്. പ്രസാദ് അറിഞ്ഞാലുള്ള പ്രശ്നം നിസ്സാരമായിരിക്കില്ല. എന്റെ അവസ്ഥയും മോശമാകും. ഞാൻ എന്ത് കാരണം പറയും? എനിക്കാകെ ടെൻഷനാ. ഒരു ബുദ്ധിയും എന്റെ തലയിൽ ഇപ്പോൾ കയറുന്നില്ല. എന്തെങ്കിലും കള്ളം പറഞ്ഞ് എങ്ങനെയെങ്കിലും കല്യാണ നിശ്ചയം നിർത്ത്, ഇല്ലെങ്കിൽ ആപത്താണ്. എന്താ ഇനി ഒരു മാർഗം? ഹലോ, നീ എന്തിനാ ഇവിടെ വന്നത്? നിന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ മാമന്റെ വീടല്ലേ ആതിര ഇത്. എനിക്കിവിടെ വരാൻ പ്രത്യേക ഇൻവിറ്റേഷൻ വേണോ? വേണം. എന്റെ എൻഗേജ്മെന്റിന് എനിക്ക് ഇഷ്ടമല്ലാത്തവര് വരണ്ട. എന്തൊരു ഡയലോഗ് ആതിര ഇത്. നീ ഇത്രയ്ക്ക് ചീപ്പാണോ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ ഇല്ലേ? എനിക്ക് ആരോടും ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. നീ എന്റെ ആദ്യത്തെ കല്യാണം മുടക്കാനല്ലേ നോക്കുന്നത്? ആരാ നിന്നോട് പറഞ്ഞ? ഞാൻ കല്യാണം മുടക്കാൻ വന്നതല്ല, നിങ്ങളുടെ എൻഗേജ്മെന്റ് കൂടാൻ വന്നതാ. എന്നെ നീ ഒരു ശത്രുവായിട്ട് കാണല്ലേ ആതിരെ? ആഹാ, ഇത് ഒരുപാടുണ്ടല്ലോ സ്വർണം. ചെല്ലു ആന്റി, ഇവളെ എന്തിനാ വിളിച്ചത്? എനിക്ക് ഇവളെ ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? ആരും വിളിക്കാതെ വന്നതാ ആതിരമോളെ. എന്ത് ചെയ്യാനാ, ചിലരുടെ ശീലമേ ഇതായി പോയി. വിളിക്കാതെ സദ്യ ഉണ്ണുന്നതാ ചിലർക്ക് ഇഷ്ടം. സുലു ചേച്ചി, എന്ത് വർത്താനം ഇത്? ഞാൻ അന്യാണോ? ഒന്നുമില്ലെങ്കിലും ആദിത്യനെ കല്യാണം കഴിക്കാൻ ഇരുന്നതല്ലേ. അതിനിടയിൽ ഇങ്ങനെ ഒരു അമേരിക്കക്കാരി വന്നുപെട്ടതല്ലേ എനിക്ക് പാരയായത്. ആ സാരയില്ല, വിധിച്ചതേ നടക്കൂ. സുലു ആന്റി, ഇവളെന്നെ കളിയാക്കുന്നതാ. ആണോ സുലു ചേച്ചി? ചേച്ചിക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയില്ല, പക്ഷേ നിന്റെ ഈ വരവിൽ ഒരു ദുരൂഹതയില്ലേന്നൊരു സംശയം ഇല്ലാതില്ല. ഏയ്, ഒരു സംശയവും വേണ്ട. ഈ എൻഗേജ്മെന്റ് മുടക്കാനല്ല ഞാൻ വന്നിരിക്കുന്നേ. ഞാൻ ഒരിക്കലും ഇത് മുടക്കില്ലെന്ന് നിങ്ങക്ക് വാക്ക് തരുന്നു. എന്തായി ചെയ്യുന്നത്? സ്റ്റെപ്പിൽ എന്തിനാ എണ്ണ ഒഴിക്കുന്നത്? നീ വേഗം റെഡിയായി താഴേക്ക് വാ. മുഹൂർത്തം തെറ്റാത്ത ചടങ്ങ് നടത്തണം. അതെ, കൊതിച്ചതല്ല വിധിച്ചതേ കിട്ടുള്ളൂ. ഈ ലോകത്തെ മനുഷ്യർക്കെല്ലാം കിട്ടിയിരിക്കുന്നത് അങ്ങനെയാ. മോൻ അതുകൊണ്ട് മനസ്സിലുള്ളതെല്ലാം കളഞ്ഞിട്ട് ആതിര മോളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. നിർത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ ഇങ്ങനെ കൊരങ്ങ് ചത്ത കുറവനെ പോലെ ഇരുന്നാൽ എങ്ങനാ ശരിയാവുന്നേ? വേഗം റെഡിയായില്ലെങ്കിലേ
ദുർഗയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയും. അവള് വന്നാലുള്ള കാര്യം അറിയാലോ. ഒന്ന് വേഗം റെഡിയാവ്. ആതിരയുടെ അച്ഛനോ അമ്മയോ അമേരിക്കയിലിരുന്ന് നിശ്ചയത്തിന്റെ ചടങ്ങ് കണ്ടുകൊള്ളു. ആദ്യമോ നല്ല കളർഫുൾ ആയിട്ട് വേണം ഡ്രസ്സൊക്കെ ഇടാൻ. അമേരിക്കക്കാരൊക്കെ അന്തം വിടണം. അപ്പച്ചി ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. കല്യാണം കഴിയുന്നതോടെ ഈ ഭ്രാന്തൊക്കെ അങ്ങ് മാറിക്കോളും. നിന്നേക്കാൾ എത്രയോ വലിയ കാമുകന്മാര് കീഴടങ്ങിയിരിക്കുന്നു. കുറെ കഴിഞ്ഞ് 2-3 പിള്ളേരൊക്കെ ആയി കഴിയുമ്പോ ഇതൊക്കെ ഒരു തമാശയായിരുന്നു. വാ, സമയം ദേ ദുർഗ വിളിക്കുന്നു. ഞാൻ താഴേക്ക് ചെല്ലട്ടെ, നീ വേഗം വരണം. ആ